13 വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. വാക്യം ഒരിക്കൽ കൂടി പറയാം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. വാസ്തവത്തിൽ ഈ വാക്യം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു വന്ന ഒരു സംഭവത്തിൻ്റെ അനുബന്ധമായിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ ആ 11 അധ്യായത്തിൽ അതിന് തൊട്ട് മുൻപുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. 9 വാക്യം. അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയുക, എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ. എൻ്റെ പ്രിയരെ, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ മക്കളെ നന്നായി സ്നേഹിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ 100% പൂർണ്ണതയുള്ള ഒരപ്പനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ പൂർണ്ണതയുള്ള ഒരപ്പനാണ് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളങ്ങനെയൊക്കെ പറയെങ്കിലും കുട്ടികളോട് ചോദിക്കണം, അങ്ങനെയാണോ? ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. എന്നാലും കർത്താവ് ഇവിടെ പറയുന്ന ദോഷികളായ നിങ്ങളെന്ന ഒരു കാര്യം സത്യമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം നിരൂപിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. മക്കളോട് ഭയങ്കരമായി ക്രൂരമായി ഇടപെടുന്ന അപ്പന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെ പ്രസിദ്ധനായൊരു മനുഷ്യൻ്റെ അപ്പൻ, അയാളുടെ പേര് ലോയിഡ് എന്നാണ്. അയാളുടെ ഭാര്യയുടെ പേര് ക്ലാര. ലോയിഡിന് 51 വയസ്സും ക്ലാരയ്ക്ക് 28 വയസ്സുമാണ്. അവർക്കുണ്ടായ സന്തതിയാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ അപ്പൻ വളരെ ക്രൂരനായൊരു മനുഷ്യനായിരുന്നു. വായിക്കകത്തേക്ക് വിസില് അടിക്കത്തക്ക വിധത്തിൽ വിരൽ കടത്തിയിട്ട് പ്രത്യേക വിധത്തിൽ ശബ്ദമുണ്ടാക്കി. അങ്ങനെയാണ് അയാൾ ഹിറ്റ്ലറെ വിളിച്ചുകൊണ്ടിരുന്നത്. വിളിച്ചിട്ട് കുനിച്ച് കിടത്തിയിട്ട് വീതിയുള്ള ബെൽറ്റ് കൊണ്ട് മൂത്രം പോകുന്നത് വരെ അടിക്കുമായിരുന്നു. ഹിറ്റ്ലർക്ക് 14 വയസ്സുള്ളപ്പോൾ അയാൾ മരിച്ചുപോയി, ലോയിഡ്. പിന്നീടാണ് വളരെ നരാധമനായ ഒരു മനുഷ്യൻ ഉദയം കൊള്ളുന്നത്. അപ്പം അതുപോലെയുള്ള ക്രൂരന്മാരായിട്ടുള്ള അപ്പന്മാരുണ്ട്. ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് ഭക്ഷണം ചോദിച്ച ഒരു മകളെ അപ്പൻ അടിവയറിന് തൊഴിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് പറയാൻ പറ്റില്ല എത്ര നീചന്മാരായിട്ടുള്ള അപ്പന്മാരുണ്ട്. കുഞ്ഞുങ്ങളുടെ
കാലിൽ പിടിച്ച് പാറയിൽ അടിച്ചു കൊല്ലുന്ന അപ്പന്മാർ, വലിച്ചെറിയുന്ന അപ്പന്മാർ, അങ്ങനെ എത്ര അമ്മമാരുണ്ട്. ഈ അടുത്ത സമയത്തൊക്കെ ഫ്ലാറ്റിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ ടാറിംഗ് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മമാർ. ഇപ്പം ഇതുപോലെയുള്ള പല കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനല്ല. നമ്മൾ നമ്മുടെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാ. എന്നാലും ബൈബിൾ അവിടെ വിളിക്കുന്ന ദോഷികളെന്ന്. എത്ര സ്നേഹിച്ചാലും എത്ര കരുതിയാലും നമ്മളെ വിളിക്കുന്ന ദോഷികൾ, ദോഷികളായ നിങ്ങൾ, അങ്ങനെ പറയുന്നത്. നമ്മളെ അവിടെ ദോഷികളെന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെയാണ് കൊടുക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? നമ്മളങ്ങനൊന്നും ചെയ്യുന്നവരല്ല. എന്നാലും നമ്മളെ വിളിക്കുന്ന പേര് ദോഷികളെന്ന്. അവിടെ നിങ്ങൾ അറിയണം, നമുക്ക് പൂർണ്ണതയുള്ള ഒരു അപ്പനുണ്ട്. അത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഞാനൊരപ്പനാണ്, എനിക്ക് 2 മക്കളുണ്ട്. പക്ഷെ എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണനായ അപ്പൻ സ്വർഗത്തിലാണ്. ഞാൻ എൻ്റെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നയാളാണ്. അവരുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എന്നെ ബാധിക്കുകയും ചെയ്യും. നിങ്ങളെപ്പോലെ ഒരപ്പനാണ് ഞാനും. പക്ഷേ പൂർണ്ണതയുള്ള അപ്പൻ സ്വർഗത്തിലാണ്. ഞാനത് ജസ്റ്റ് ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നിങ്ങളെവിടെയാ തന്നോട് യാചിക്കുന്നവർ എന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ടാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയണം, യാചിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിലുള്ള പരിശുദ്ധാത്മ നിറവ്, നമ്മളിലുള്ള പരിശുദ്ധാത്മ ചലനം, നമ്മിലുള്ള പരിശുദ്ധാത്മ ശക്തി, നമ്മിലുള്ള പരിശുദ്ധാത്മ അനുഭവം, അത് പ്രാർത്ഥനയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കാതെ ആർക്കും തന്നെ പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആകാൻ കഴിയില്ല. ചില ആളുകൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഉള്ളതാ, ചോദിച്ചില്ലേലും കിട്ടില്ല. പ്രാർത്ഥിച്ചാലേ പരിശുദ്ധാത്മാവിനെ ലഭ്യമാകത്തുള്ളൂ. കാരണം ഈ വാക്യത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഞാൻ തന്നോട് യാചിക്കുന്നവരെന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വേഗം വരികയാണ്. ഇതൊരു പ്രാർത്ഥനയും കൂടെയാണല്ലോ. വാസ്തവത്തിൽ ദൈവത്തോട് ബന്ധം പുലർത്താൻ ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അത്ഭുതകരമായ ഒരു മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥന കൂടാതെ ദൈവവുമായിട്ടൊരു ബന്ധം സാധ്യമല്ല. മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുന്നു. ഒന്നുകൂടെ പറയാം, പ്രാർത്ഥന കൂടാതെ ദൈവവുമായിട്ട് നമുക്ക് ഒരു ബന്ധം സാധ്യമല്ല. പ്രാർത്ഥനയാൽ മാത്രമാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമുക്ക് സാധ്യമാകുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം സാധ്യമാകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് വാസ്തവത്തിൽ ചെയ്യുന്നത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം നമുക്ക് ആവശ്യമാണെന്ന് നാം സമ്മതിക്കുന്നു.
നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, പ്രാർത്ഥനയല്ലാതെ വേറൊരു മാർഗമില്ല. അപ്പം ദൈവം നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. ദൈവത്തെ കൂടാതെ അത് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നാം വിശ്വാസത്താൽ സമ്മതിക്കുകയാണ്. ഇത് രണ്ടും പ്രാർത്ഥനയിൽ നടക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രാർത്ഥിച്ചേ പറ്റൂ. ഈ പ്രാർത്ഥനയിലാണ് നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട കൃപ നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രാർത്ഥനയിലാണ് കരുണ നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രാർത്ഥനയിലാണ് ദയ നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രാർത്ഥനയിലാണ് ആത്മശക്തി നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രാർത്ഥനയിലാണ് നിറവ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രാർത്ഥനയിലാണ് നാം പ്രയോജനപ്പെടുന്നത്. ഈ പ്രാർത്ഥനയിലാണ് നാം വർദ്ധിക്കുന്നത്. ഈ പ്രാർത്ഥനയിലാണ് നാം വാഗ്ദത്തത്തെ പ്രാപിക്കുന്നത്. ആ ചുരുക്കത്തിൽ സുശക്തമായ ഒരാത്മീക ജീവിതത്തിന്, സമൃദ്ധമായ ഒരാത്മീക അനുഭവത്തിന് നിരന്തരമായി കൂട്ടായ്മ അനുഭവിക്കുന്നതിന് പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നാം താഴ്മയോട് ചോദിക്കുന്നു, ദൈവം നമുക്ക് വിശ്വസ്തതയോടെ തരുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. നാം താഴ്മയോടെ ചോദിക്കുന്നു, ദൈവം നമുക്ക് വിശ്വസ്തതയോടെ തരുന്നു. അതുകൊണ്ടാണ് പറയാം, തന്നോട് യാചിക്കുന്നവർക്ക് നിങ്ങൾ അതിലെ ഗഹനമേറിയ ദൈവവചന ധ്യാനത്തെ നിങ്ങൾ അറിയണം. ലൂക്കോസ് 11:9 തൊട്ട് നോക്കുമ്പോൾ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. അപ്പോൾ യാചിപ്പീൻ എന്നാൽ കിട്ടും. അതൊരു ഗ്യാരണ്ടിയുടെ പദമാണ്. യാചിപ്പീൻ എന്നാൽ കിട്ടും. എൻ്റെ ഒരു ചോദ്യം, നീണ്ട നാളുകൾ നമ്മൾ യാചിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? ഒരു 20 വർഷത്തിന് മുൻപുള്ള പ്രാർത്ഥന, അതിൻ്റെ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തിക്ക്. ഞാൻ 20 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പാസ്റ്ററെ, എനിക്ക് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ പ്രാർത്ഥിച്ച ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ചില ഉത്തരങ്ങളൊന്നും അത്ര വേഗതയിലൊന്നും ആയിരിക്കത്തില്ല. അതൊരു പ്രധാന കാര്യമാണ്. ചിലപ്പം അങ്ങ് ചിലത് വേഗതയിലായിരിക്കത്തില്ല. അത് നമ്മളെ കുഴയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അതൊരു യാഥാർത്ഥ്യം. ചിലപ്പോൾ ചിലത് വേഗതയിലായിരിക്കത്തില്ല. ആമേൻ. ചിലപ്പോൾ ചില ഉത്തരങ്ങളൊക്കെ വളരെ വൈകിയായിരിക്കും. ഞാനിത് പറയുമ്പോൾ ദാനിയേലിൻ്റെ കാര്യം പറയാം. ദാനിയേൽ 21 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവമായിട്ട് ആരംഭിച്ചതല്ല. ദാനിയേൽ അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി. ആ പ്രാർത്ഥന ദാനിയേലിന്റെ പക്കൽ മറുപടിയായിട്ട് വന്നപ്പോ 21 ദിവസം ആയെന്നേ ഉള്ളൂ. അപ്പൊ ചിലത് പൊടുന്നനവേ ഉത്തരമാകും, വേഗതയിൽ ഉത്തരം കിട്ടും.
എന്നാൽ ചിലത് അല്പം വൈകും. അത് ദൈവത്തിൻ്റെ വിവേചന അധികാരത്തിലുള്ള കാര്യമാണ്. അത് കയറി ഇടപെടാൻ നിൽക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വേഗതയിൽ കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം, അല്ലേ? ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു, 20 മിനിറ്റ് കഴിഞ്ഞു 30 മിനിറ്റ് ആയിട്ടും ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ചോദിക്കും, താമസം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും 10 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാനാണ് സാധ്യത. നമ്മൾ ഓർഡർ ചെയ്താൽ സ്പോട്ടിൽ കിട്ടണം, അല്ലേ? നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ അത് വേഗതയിൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് കൃത്യമായി ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ അതിലൊക്കെ വളരെ ശ്രദ്ധിക്കും. പക്ഷെ ദൈവത്തിൻ്റെ മറുപടികൾ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സ്പീഡായിട്ടൊന്നും ചിലപ്പോൾ മറുപടികൾ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഒരിക്കലും കിട്ടില്ല എന്നാരും ചിന്തിക്കരുത്. വൈകിയാലും അതിനെ കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം മറുപടി ഉറപ്പാണ്, മറുപടി കിട്ടിയിരിക്കും. നമ്മളത് മനസ്സിലാകുന്നുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആ ബാക്കി എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, കിട്ടിയിരിക്കും. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, കണ്ടെത്തിയിരിക്കും. ഗ്യാരണ്ടി ഉള്ള കാര്യം. യാചിപ്പീൻ എന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നല്ല, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിച്ചിട്ടുണ്ട്, കിട്ടിയിരിക്കും. അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്തും, ഉറപ്പാ. മുട്ടിയാൽ തുറക്കും. എന്നിട്ട് താഴെ അതിൻ്റെ ഒരു ക്ലാരിറ്റി പറയുന്നുണ്ട്. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശരിക്കും പ്രാർത്ഥനയുടെ സ്ഥിരോത്സാഹമാണ് ഈ വാക്കുകളിലുള്ളത്. നിരന്തരമായി നമ്മൾ ചോദിക്കുക. ആമേൻ. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിരന്തരമായി ചോദിക്കുകയും നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ, നിരന്തരമായി നമ്മൾ ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെ അർപ്പിച്ചാൽ ഉറപ്പാണ് നമുക്ക് മറുപടികൾ കിട്ടിയിരിക്കും. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു. ഹല്ലേലൂയ. മറുപടി ഉറപ്പാണ്, മറുപടി ഉറപ്പാണ്. സ്തോത്രം. യാചിച്ചാൽ കിട്ടിയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനത്തെ വളരെ കാര്യമായിട്ട് തിരിച്ചറിയണം. ആമേൻ. നിങ്ങൾ ഈ വചനത്തെ വളരെ കാര്യമായിട്ട് തിരിച്ചറിയണം എന്ന് പറയുമ്പം ചിലപ്പം ഭയങ്കര മടുപ്പൊക്കെ തോന്നിയേക്കാം. പ്രാർത്ഥനയിൽ നീണ്ട നാളുകളായി അന്വേഷിക്കുമ്പോൾ കർത്താവെ കിട്ടുന്നില്ലല്ലോ, മറുപടി ഇല്ലല്ലോ, അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ആ മടുപ്പുകളെ നമ്മൾ ബ്രേക്ക് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മടുപ്പ് സത്യത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും അത് സാത്താൻ നമ്മുടെ അകത്ത് വിതയ്ക്കുന്നതാണ്. പിശാച് കൊണ്ട് വിതയ്ക്കുന്നതാണ്. നമ്മുടെ പരമാർത്ഥ മനസ്സിനെ സ്തോത്രം തകർക്കത്തക്ക വിധത്തിൽ പിശാച് കൊണ്ട് വിതയ്ക്കുന്നതായിരിക്കും ആ മടുപ്പുകൾ. കൃത്യമായിട്ട് ആമേൻ, ആ മടുപ്പുകളെ നമ്മൾ തകർത്തേ പറ്റൂ. ഹല്ലേലൂയ. മടുപ്പുകളെ പൊളിക്കണം. എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുന്നേ. ഹല്ലേലൂയ. മടുപ്പുകളെ പൊളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ആ മടുപ്പിനെ പൊളിക്കത്തക്ക വിധത്തിലാണ് പറയുന്നത്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. എന്നെ വേടാതെ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പ്രിയരെ, ഞാൻ എൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും എൻ്റെ മുൻപിൽ ഉത്തരമായിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഉത്തരമായിട്ടുണ്ട്.
ഒരു പ്രാർത്ഥന പോലും എൻ്റെ മുൻപിൽ ഉത്തരമാകാതിരുന്നിട്ടില്ല. എനിക്കത് വലിയ ധൈര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, കണ്ടെത്തുന്നത് വരെ നാം അന്വേഷിക്കണം, തുറക്കുന്നത് വരെ നാം മുട്ടണം, ലഭിക്കുന്നത് വരെ നാം യാചിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ നാം മനുഷ്യരോടല്ല, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോടാണ് ചോദിക്കുന്നത്. സ്തോത്രം. ആരാണ് നമ്മുടെ ആവശ്യം നടത്തി തരുന്നത്? ഞാൻ പറയാം, ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയെ ക്രമമായിട്ട് കൊണ്ടുപോകണം. പൗലോസിൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന രീതി എന്ന് പറയുന്നത്, സ്തോത്രം, തൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ തൻ്റെ ഹൃദയത്തെ അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ വേണമെങ്കിൽ ആരെങ്കിലും ചോദിക്കും, പാസ്റ്റർ പറയുന്നത് എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ. ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, എനിക്ക് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഉച്ചത്തിൽ പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല. ആമേൻ. ഉച്ചത്തിൽ ശബ്ദം ഉയർത്തി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുക. രാവിലെ എഴുന്നേറ്റ് ചായ ഇടാൻ ശ്രമിക്കുമ്പോൾ, ആമേൻ, അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഷാമാന സന്ധന റാം ഷമാന സംസാരിക്കരുതോ അന്യഭാഷയിൽ? രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പോകാമല്ലോ. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ പ്രാർത്ഥനയിൽ വരാമല്ലോ. വാഷിംഗ് മെഷീനിൽ തുണിയിടുമ്പോൾ, സ്തോത്രം, പ്രാർത്ഥിക്കാമല്ലോ നമുക്ക്. അപ്പോൾ പാസ്റ്റർ പറയുന്നത് അല്ലാതുള്ള പ്രാർത്ഥന, എൻ്റെ പ്രിയരെ, അല്ലാതുള്ള പ്രാർത്ഥന നിർബന്ധമാണ്. അതായത് ഈ പേഴ്സണലായിട്ടുള്ള പ്രയറെ വളരെ നിർബന്ധമാണ്. നിങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിലൊരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അവിടെ പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ വേർപെട്ടിരിപ്പീനെന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേർപെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ, കുടുംബ പ്രാർത്ഥന കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിന്. പക്ഷേ അതുപോലെ തന്നെ കർത്താവിന് ഇഷ്ടമാണ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന്. ഭാര്യ ഭർത്താവും വേർപെട്ടിരിക്കാൻ പാടില്ല, പക്ഷേ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന്. സ്തോത്രം. വേർപെട്ടിരിപ്പിനെന്നും പറയുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ശിശുമാരെ അവിടുന്ന് സെലക്ട് ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം തന്നോടുകൂടെ ഇരിക്കണം എന്നുള്ളതാണ്. തന്നോടുകൂടെ ഇരിക്കണം, പ്രസംഗിക്കേണ്ടതിന് അയക്കണം, തന്നോടുകൂടെ ഇരിക്കണം. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം കർത്താവിനോടുകൂടെ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കർത്താവിനോടുകൂടെ ഇരിക്കണം. ഒരാമേൻ പറയോ? ആമേൻ. യേശുവിനോടുകൂടെ ഇരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണൽ പ്രയറാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ സ്പിരിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃത്യമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടെന്നുള്ളത് സാക്ഷ്യം പറഞ്ഞാൽ ശരിയാവില്ല. ഞാനതിൻ്റെ ഒരു ടെസ്റ്റ് പറയാം. ഈ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്നു വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഉണർന്നു വരുന്നതെങ്കിൽ കൃത്യമായ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരാളാണ്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ
നമ്മുടെ മൈൻഡിൽ പ്രാർത്ഥിക്കുമായിരിക്കും, ആ സമയത്തും അന്വേഷണം പറയുമായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കരമൊന്ന് ഉയർത്താവോ? സ്തോത്രം. ഇല്ല, ഒത്തിരി കരമൊന്നും കാണുന്നില്ല. എനിക്ക് കാണാൻ മേലാത്തതായിരിക്കും. എൻ്റെ കണ്ണാടി കീഴടക്കായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്, മാറ്റണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഉറക്കമുണർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ തലമുറയ്ക്ക് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരിക. ഞാൻ പറഞ്ഞ അത് മനഃപൂർവ്വമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സ്ഥിരമായി നിരന്തരമായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകും. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, സ്പിരിറ്റ് പ്രാർത്ഥിക്കും. ആമേൻ. ശരിക്കും അതാണ് ആ ബന്ധത്തിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഉറങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോ ഉച്ചത്തിൽ സംസാരിച്ചില്ലെങ്കിലും ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക, അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, പാസ്റ്ററേ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ പ്രാർത്ഥിക്കാം? എൻ്റെ ചിന്തയിൽ എന്തും പ്രാർത്ഥിക്കാം, എന്തും പ്രാർത്ഥിക്കാം. ആത്മീക കാര്യത്തിനും ഭൗതിക കാര്യത്തിനും പ്രാർത്ഥിക്കാം. ഭൗതിക കാര്യം എന്ന് പറയുമ്പോൾ ആരോഗ്യം, സാമ്പത്തികം, കുഞ്ഞുങ്ങളുടെ വിവാഹം, വീട്, ജോലി എല്ലാം അതിനകത്ത് വരും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇത് പ്രാർത്ഥനയുടെ ഏറ്റവും ഉയർന്ന ഒരു രൂപമൊന്നുമല്ല. ഏതാ? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഉയർന്ന രൂപമല്ല. പക്ഷെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു സുവിശേഷകന്, ഒരു ദൈവദാസന്. ഇപ്പം എൻ്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ സഹായിക്കണം, ദൈവം എന്നോട് കരുണ കാട്ടണം. ദൈവം എനിക്ക് തന്നേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചേ പറ്റൂ, അല്ല വേറെ മാർഗം തന്നെ. ചില ആളുകൾ പറയും, ഞാൻ ഭൗതികതയ്ക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കത്തില്ല, ഞാൻ എപ്പോഴും ആത്മാവിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ ഭൗതികതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്വർഗസ്വനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. ആരോഗ്യം ആവശ്യമാണ്, ആരോഗ്യം ആവശ്യമാണ്, ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് തലവേദനയാൽ, സിവിയർ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ മെഡിസിൻ എടുത്താൽ പോലും നിൽക്കത്തില്ല. ആ ടൈപ്പ് തലവേദന ഏതാണ്ട് 1.5 മാസം കൊണ്ട് നടന്നു. ഭയങ്കര തലവേദന. എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പ്രസംഗിക്കണമെങ്കിൽ ടാബ്ലറ്റ് എടുത്തുകൊണ്ടേ കയറാൻ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും പ്രസംഗിക്കണം. ഇപ്പം ഡോക്ടർ പറയുന്നു ഉറക്കക്കുറവുകൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ആ കാര്യങ്ങൾ ഡോക്ടർ പറയുന്നത് പോലെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുമില്ല, തിരക്കാണ്. ആ സമയത്തുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എൻ്റെ ദൈവം ഈ തലവേദന ഒന്ന് മാറിക്കിട്ടണം. നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, പാസ്റ്റർ ചത്ത് ശവപ്പെട്ടി കിടക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പ്രസംഗിക്കണം എന്നുള്ളതാണ്. സംഘാടകരെ കുറ്റം പറയാൻ പറ്റത്തില്ല, പ്രസംഗിക്കണം. ഇനി നമ്മളത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവത്തില്ല, അതാ വേറൊരു കാര്യം. എൻ്റെ ദൈവദാസനെ വരം വയ്യ, ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ വയ്യ, മനസ്സിലാവില്ല. നമ്മളെന്തോ കള്ളം പറയുന്നത് പോലെ അവർക്ക് ഫീൽ ആവത്തുള്ളൂ. അപ്പം എനിക്ക് ഇത്ര കഠിനമായ തലവേദന വന്നപ്പോൾ, ഞാനത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ തലവേദന വരുന്നുണ്ട്. സ്തോത്രം. അത്ര ഞാൻ കഷ്ടപ്പെട്ടു ഈ തലവേദന നിമിത്തം. സ്തോത്രം. എൻ്റെ ആഗ്രഹം, എൻ്റെ ദൈവമേ ഒന്ന് സൗഖ്യമായാൽ മതി. അപ്പം ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ രോഗം വരുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞേ, ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹം സൗഖ്യം. എൻ്റെ ദൈവമേ സൗഖ്യമാകണം, കർത്താവെ സൗഖ്യമാക്കുക. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, സൗഖ്യമാകണം, സൗഖ്യമായേ പറ്റൂ. അപ്പം ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാനുണ്ട്. 26, 27, 28, 30. അപ്പനും അമ്മയ്ക്കും ടെൻഷനായി. 28 തൊട്ട് അയ്യോ ചങ്ക് അങ്ങ് കത്തുക, ടെൻഷനാണ്. പിന്നെ എന്തു ചെയ്യും? ആദ്യം നമ്മൾ സഭയിലുള്ളവരോടൊക്കെ പറഞ്ഞു, പിന്നെ ബ്രോക്കറോട് പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പനും അമ്മയ്ക്കും അങ്ങ് വെപ്രാളാണ്. അത് ദൈവത്തോട് എൻ്റെ ദൈവമേ പ്രവർത്തിക്കണേ. ഇത് ആരോട് പറയും? ആരോട് പറയും? കഴിഞ്ഞ ദിവസം 52 വയസ്സുള്ള മകനുള്ള ഒരമ്മ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പാസ്റ്ററേ, മോൻ്റെ കല്യാണം നടന്നിട്ടില്ല, വയസ്സ് 52. അപ്പം ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടായോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചോ. പക്ഷെ എപ്പോഴും ആ ഒരു ലെവലിൽ തുടരരുത്. ക്രിസ്തീയ സ്വഭാവം ഉളവാകാൻ, ക്രിസ്തീയ സ്വഭാവത്തിന് അനുസാരമായ പെരുമാറ്റമുണ്ടാകാൻ, ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഉളവാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് മേജർ. ഭൗതികതയേക്കാൾ വലിയ കാര്യം ആത്മീകതയാണ്. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം, വേറെ ആരോടും പറയല്ലേ. ആത്മീക കാര്യം നന്നായാൽ ഭൗതിക കാര്യം സെറ്റാവും. ഞാൻ വെറുതെ പറഞ്ഞതല്ലാതെ. നമ്മുടെ ആത്മീക വിഷയങ്ങളെ നമ്മൾ നന്നാക്കിയാൽ നമ്മുടെ ഭൗതിക വിഷയങ്ങളും സെറ്റാകും. ആത്മീക കാര്യം നന്നാക്കാതെ ഭൗതിക വിഷയങ്ങളെ സെറ്റാക്കാൻ നോക്കിയാൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ആത്മീയ കാര്യം നന്നാക്കുക, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളാണ്. നിങ്ങൾ ഈ പൗലോസിൻ്റെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിക്കണേ. നമ്മൾ ഈ പറയുന്ന ടൈപ്പ് പ്രാർത്ഥന വിഷയമൊന്നും അല്ലായിരുന്നു പൗലോസിൻ്റെ പ്രാർത്ഥന. ശരിക്കും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ 5 പ്രാർത്ഥനകൾ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രാർത്ഥന ഫിലിപ്പിയ ലേഖനത്തിലാണ്, 2 പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലാണ്, 1 പ്രാർത്ഥന റോമ ലേഖനത്തിലാണ്, വേറൊരു പ്രാർത്ഥന കൊലോസി ലേഖനത്തിൽ. ഇപ്പം ഇവിടെയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ച് ആ പ്രാർത്ഥനകളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു 6 വാക്കുകളായിട്ട് ഞാൻ ക്രോഡീകരിച്ച് തരാം. സ്നേഹം, വിവേചനം, പക്വത, അനുസരണം, വിശ്വാസം, ഭക്തി. ഇത്രയും കാര്യങ്ങളാണ് പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരുന്നത്. ആമേൻ. സ്നേഹം, വിവേചനം, പക്വത, അനുസരണം, വിശ്വാസം, ശക്തി. ഇപ്പം വിവേചനം എവിടെയുള്ളത്? ഫിലിപ്പി ലേഖനം 1 അധ്യായത്തിൻ്റെ 9 വാക്യം തൊട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. പൗലോസിൻ്റെ പ്രാർത്ഥന, ആ വിവേചനം ശരിക്കും അവിടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും. അതാ ഞാൻ പറഞ്ഞു, വിവേചനം, ഭേദാഭേദങ്ങളെ വിവേചിക്കുക. ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വിഷയമാണോ പൗലോസിൻ്റെ പ്രാർത്ഥന വിഷയം? ഇനിയും എഫേസ്യ ലേഖനം 1 അധ്യായത്തിൻ്റെ 16 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയാണോ പോളിൻ്റെ പ്രാർത്ഥന? പോളിൻ്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ സ്നേഹമുണ്ട്, വിവേചനമുണ്ട്, പക്വതയുണ്ട്, അനുസരണമുണ്ട്, വിശ്വാസമുണ്ട്, ശക്തിയുണ്ട്. ശരിക്കും ആത്മീയ വിഷയങ്ങളിലുള്ള പ്രാർത്ഥനയിൽ ഇതാണ് ഉണ്ടാകേണ്ടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങളൊരു അതിശക്തമായ ഒരു വർധനവ് കൊതിക്കുന്നു എങ്കിൽ
ഈ വിധത്തിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിരന്തരമായി പ്രാർത്ഥിക്കുക. പായിട്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ അങ്ങനെ ചെയ്തോണം. അങ്ങനെ കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിച്ചോണം. ആമേൻ, ആമേൻ, ആമേൻ. നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുക എന്നുള്ളതിനേക്കാൾ ദൈവം ഉത്തരം തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ എനിക്ക് ഉത്തരം വേണമെന്നുള്ള നിലയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെയുള്ള പ്രാർത്ഥനയേക്കാൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി തന്നേ പറ്റൂ എന്നുള്ള നിലയിൽ ദൈവം എത്തത്തക്ക വിധത്തിൽ നമ്മളൊരു വ്യക്തിയാവണം. ആമേൻ. ഞാൻ മുമ്പേ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞല്ലോ. സത്യത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ഉത്തരം അയച്ചു. അതെന്തൊരു അനുഭവമാണ്. ദാനിയേല് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ദൈവം ഉത്തരവയച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ദാനിയേൽ പ്രവചനം 9:23 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് പ്രൊജക്റ്റ് ചെയ്യണേ. ദാനിയേൽ 9:23. അത് ഭയങ്കര ഗംഭീരമായൊരു വാക്യമാണ്. നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ, അങ്ങനെയല്ലേ വാക്യം? നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചേ. ഞാൻ ഇതുവരെ പറഞ്ഞ ആശയം ഇവിടെ ക്ലിയറാ. ദാനിയേലേ, നീ ഏറ്റവും പ്രിയനാണ്. നീ ഏറ്റവും പ്രിയനാകയാൽ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിയനാകയാൽ എന്ന് പറയുമ്പോൾ അതിന് തത്തുല്യമായ എബ്രായ പദത്തിൻ്റെ അർത്ഥം നീ ഏറ്റവും താല്പര്യമുള്ള, നീ സന്തോഷമുള്ള, അഭിലഷണീയമായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുൻപിൽ ദാനിയേല് വളരെ ദൈവത്തിന് താല്പര്യമുള്ള ഒരാളാണ്. അതാ പറഞ്ഞത്, നീ ഏറ്റവും പ്രിയനാകിയാൽ, നീ ഏറ്റവും പ്രിയനാകിയാൽ. ഓ, താങ്ക് യു ജീസസ്. ദാനിയേലിന്റെ വിഷയത്തിൽ ദൈവത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ദാനിയേലിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൽ കൂടുതൽ സ്വർഗത്തിൽ നിന്ന് എന്താ അഭിനന്ദനം നമുക്ക് വേണ്ടുന്നത്? ദാനിയേലേ, നീ ഏറ്റവും പ്രിയനാകിയാൽ. നമ്മൾ സർവത്തെക്കാളും അധികമായി ദൈവത്തിൽ നിന്ന് ബഹുമാനിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ദാനിയേലേ, നീ ഏറ്റവും പ്രിയനാകിയാൽ. സ്വർഗത്തിലെ ദൈവത്താൽ ബഹുമാനിക്കപ്പെടുക. അപ്പൊ ദാനിയേലേ, നീ പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ എന്നെ പോലെ ക്ലീൻ ഷേവ് ചെയ്ത് വെള്ളയൊക്കെ ഇട്ട് നടക്കുന്നത് കൊണ്ടല്ല ഉത്തരം കിട്ടുന്നത്. ദൈവത്തിന് പ്രിയന്മാരാകുമ്പോഴാണ്. രാമൻ പറ, ആഭരണവർജനവും നടത്തി, മീശവർജനവും നടത്തി, സ്തോത്രം, വെള്ളയിട്ട് നടക്കുന്നത് കൊണ്ടല്ല ഉത്തരം കിട്ടുന്നത്, ദൈവത്തിന് പ്രിയരാകുക. സ്തോത്രം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ആഭരണം ഇടുന്നതിനെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഒന്നിനെയും എതിർത്തതുമല്ല, ഒന്നിനെ സപ്പോർട്ട് ചെയ്തതുമല്ല. ദൈവത്തിന് പ്രിയനാകുക എന്ന് പറയുന്ന കാര്യം ഒന്ന് വ്യക്തമാക്കാൻ പറഞ്ഞത്. ദൈവത്തിന് പ്രിയനാകുക. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഉത്തരം കിട്ടുക എന്നുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം തരത്തക്ക വിധത്തിൽ നാമും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ബന്ധമുണ്ടോ? പാസ്റ്ററെ, കാര്യം ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ദൈവമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്, അങ്ങനെ പറയാൻ എത്ര പേരുണ്ട്?
ഞാൻ ആ ദൈവത്തിൻ്റെ പ്രിയനാ. അഗാപീറ്റോസ്, അഗാപീറ്റോസ്, അതാ വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള വേർഡ്. പ്രിയനാകിയാൽ. ഈ ലാസറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ലാസർ ദൈവത്തിന്, കർത്താവിന് പ്രിയനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഇവിടെ ദാനിയേൽ ദൈവത്തിന് പ്രിയനായിരുന്നു. അതുകൊണ്ട് അവിടെ വായിക്കുന്നത് ഏറ്റവും പ്രിയനാകിയാൽ, ഏറ്റവും പ്രിയനാകിയാൽ. ഗ്ലോറി. നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ. അവിടെ ആ ഏറ്റവും പ്രിയൻ എന്ന വാക്ക് നിങ്ങൾ KJV-ക്കകത്ത് നോക്കിയേ. അവിടെ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന വാക്കിനകത്ത് ഗ്രേറ്റ്ലി ബിലവഡ് എന്ന വാക്ക് അവിടെ കാണുന്നുണ്ട്. ഗ്രേറ്റ്ലി ബിലവഡ്, ഏറ്റവും പ്രിയനാകിയാൽ. ഗ്രേറ്റ്ലി ബിലവഡ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ അർത്ഥമാണ്. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയരെ, ഈ ഫാസ്റ്റിങ്ങിനകത്തൊക്കെ നമ്മൾ ആരാകണം? ദൈവത്തിൻ്റെ പ്രിയരായി മാറണം. ഗ്രേറ്റ്ലി ബിലവഡ്. ആമേൻ. പാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാകുക, പ്രസംഗകന് പ്രിയപ്പെട്ട ആളാകുക, സഭയ്ക്ക് പ്രിയപ്പെട്ട, നോ, നല്ലതാണ്. അതൊക്കെ ദൈവത്തിന് പ്രിയപ്പെട്ട ആളാകുക. സ്തോത്രം. നിങ്ങളെ കണ്ടംപററി ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഏറ്റവും പ്രിയനാകിയാൽ എന്നുള്ള ആ ഒരു വേർഡ് എഴുതിയിരിക്കുന്നത് ഗോഡ് തിങ്സ് ഹൈലി ഓഫ് യു എന്നെഴുതിയിരിക്കുന്നത്. ദൈവം നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പരിഭാഷയുണ്ട്. ഏറ്റവും പ്രിയനാണ്. ആമേൻ. ഗ്രേറ്റ്ലി ബിലവഡ്, ഏറ്റവും പ്രിയനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ പറയുന്നു, ദൈവത്തിങ്കൽ നിന്ന് ഉത്തരം പുറപ്പെട്ടു. ആ യാചനയുടെ ആരംഭത്തിൽ തന്നെ ഉത്തരം പുറപ്പെട്ടു. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മേൽ ഉത്തരം വേണം. അങ്ങനെ കൊതിക്കുന്ന എത്ര പേരുണ്ട്? വർഷങ്ങൾ കാത്തിരുന്നിട്ടല്ല, കാത്തിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം. എൻ്റെ പ്രിയരെ, അത് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചാൽ കർത്താവേ എനിക്ക് ഉത്തരം തരണം. അങ്ങനെയുള്ള തെളിവുകൾ ഞാൻ തരാം. ശലോമോൻ ഈ ആലയത്തിനകത്ത് മുട്ടുകുത്തി കൈ രണ്ടും മലർത്തി പിടിച്ച് ആ ആലയപ്രതിഷ്ഠാ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശലോമോൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ സ്ഥലത്ത് ആരെങ്കിലും വന്നിരുന്നിട്ട് കരങ്ങൾ നിങ്ങളിലേക്ക് മലർത്തി പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കാത് തുറന്നിരിക്കണമേ. എന്നാ വേടാണ്, എന്നാ കാഴ്ചപ്പാടാ. അവിടെ ശലോമോന്റെ ആലയത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണേ. എന്ന് പറഞ്ഞാൽ ആലയം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണം. ഇത് പ്രത്യേകം പ്രാർത്ഥിച്ചോണം. റിജോയ്സ് മിനിസ്ട്രീസിന്റെ ആരാധനാലയത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്ന് കയറിയാൽ, ദൈവമേ അതിനകത്ത് വന്ന് കയറി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഉത്തരം കൊടുക്കണേ. താങ്ക് യു ജീസസ്. ഞാൻ ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ബethel എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് പറയാറുണ്ട്. ബethel, നമ്മുടെ വീടുകളൊക്കെ ബethel-ആകണം. മതിലേൽ ബethel എന്ന് എഴുതി വെച്ചാൽ പോരാ, ഡോറിൽ ബethel എന്ന് എഴുതി വെച്ചാൽ പോരാ, ശരിക്കും ബethel-ആവണം നമ്മുടെ വീട്. കർത്താവ് ഇറങ്ങി വരുന്ന സ്ഥലം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവ് എൻ്റെ വീട് ബethel-ആകണം. അവിടെ പാരമ്പര്യവും ശാപവും, അവിടെ ബന്ധനങ്ങളും, അവിടെ വ്യാപാരങ്ങളും ഒന്നും അല്ല, പാരമ്പര്യങ്ങളൊന്നും അല്ല വ്യാപരിക്കേണ്ടത്. അവിടെ ശരിക്കും ദൈവ സാന്നിധ്യം ബethel ഉണ്ടാകണം. ഒരാമേൻ പറഞ്ഞു, നമ്മുടെ വീടുകളിൽ ബethel, കർത്താവ് ഇറങ്ങി വരുന്ന സ്ഥലമായി മാറണം. ഒരാമേൻ പറഞ്ഞു. ഒരു 30 സെക്കൻഡ് എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ വീട് ബethel-ആകണം.
പ്രാർത്ഥിച്ച്, യേശുവേ എൻ്റെ വീട് എന്താകണം? ബേഥേലാകണം. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ വീട് ബേഥേലാകണം. ഒരു പാരമ്പര്യങ്ങളും ഒരു ശാപങ്ങളും ഒരു ബന്ധനങ്ങളും ഒരു ആഭിചാരവും ഒരു പോരാട്ടവും ഒരു ദേശാധിപതി ശക്തിയും എൻ്റെ വീട്ടിൽ പാർക്കരുത്. എൻ്റെ വീട് ബേഥേലാകണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾക്ക് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം തരണം. ജീസസ്. ഇതൊക്കെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രാർത്ഥനയാണ്. ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ സൗഖ്യമാക്കണേ. കർത്താവേ ഞാനൊരു പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പരിഹാരം കൊടുക്കണേ. കർത്താവേ ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വിടുതലയക്കണേ. ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ മുന്നിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് വിഷമിച്ചു പോകും. നമ്മളും കൂടെ അങ്ങ് വിഷമിക്കും. ചിലത് അതുപോലെ തന്നെ കോമഡിയുമാണ്. സ്തോത്രം. ഇതിനൊക്കെ ഒരു ബോധവും ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, ഞാനും ഹസ്ബൻഡുമായിട്ട് ഇച്ചിരി പ്രശ്നമാണ് പാസ്റ്ററെ. കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക, ഡിവോഴ്സ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണേ. അങ്ങനെ പറയുന്ന പുള്ളികളുണ്ട്. ഒരിക്കൽ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ കോടതിയിലോട്ട് പോവുക, ഇന്ന് ഞങ്ങളുടെ കേസിൻ്റെ വിധിയാണ്, ഇന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. എന്നാ പറയണ്ടേ? നമ്മൾ പറയേണ്ടി വരും, സിസ്റ്ററെ ഞങ്ങൾ പിരിക്കാൻ പ്രാർത്ഥിക്കുന്നവരല്ല, ഞങ്ങൾ ചേർക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്, അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, പോയിട്ട് വാ എന്നൊക്കെ പറയും. ഒരു കാരണവശാലും പ്രാർത്ഥിക്കത്തില്ല. ഒരിക്കൽ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ അനിയൻ എന്നോട് 25,000 രൂപ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആ പൈസ കൊടുത്താൽ അവൻ എനിക്ക് തിരിച്ചു തരത്തില്ല പാസ്റ്ററെ, അതുകൊണ്ട് ഇനി അവൻ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അവൻ എന്നോട് പ്രത്യേക പിണക്കം ഉണ്ടാകാതിരിക്കാൻ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാവം പിടിച്ച് അനിയൻ പൂത്ത കാശുള്ള ചേട്ടനോട് പൈസ ചോദിച്ച് അപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ ഈ പ്രസംഗിക്കാൻ നിൽക്കുന്നവർക്ക് എന്നാ ഗതികേടാന്ന്. എന്നിട്ട് ഇവർ തമ്മിൽ പിണക്കം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയൊക്കെ പ്രാർത്ഥന വിഷയങ്ങൾ പറയുന്നവരുണ്ട്. അപ്പം ഞങ്ങൾ ഈ പല ആളുകളെ ഡീൽ ചെയ്യുന്നതുകൊണ്ട്. ഹല്ലേലൂയ. രസകരമാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു. അയാളും അയാളുടെ പെങ്ങളുമായിട്ട് വഴക്കുണ്ടായി. എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് ആത്മീയതയുടെ നിർവചനം എന്താ? അപ്പം ഞാനോർത്ത് ആ ചോദ്യം കേട്ടപ്പോൾ ആത്മീയതയുടെ നിർവചനം നല്ലൊരു ചോദ്യമാണ്. അപ്പം ഞാനിങ്ങനെ നിർവചനം പറയാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ പെങ്ങളെ വിളിച്ചു, അവൾ എൻ്റെ ഫോൺ എടുത്തില്ല, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? എടാ ഞാൻ ചോദിച്ചു, നിങ്ങളെ എനിക്കറിയത്തില്ല, നിങ്ങളുടെ പെങ്ങളെ എനിക്കറിയത്തില്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഞാനെന്തിനാ അഭിപ്രായം പറയുന്നേ? അപ്പം അങ്ങനെ എന്നോട് പറയുക, അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കരുത്, എൻ്റെ വായിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടത്തില്ല. നോക്കി എന്താ പൊല്ലാപ്പാന്ന് നോക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പുള്ളികളൊക്കെ ഉണ്ട്. സ്തോത്രം. അത് ചിലതൊക്കെ വളരെ ഹൃദ്യമാണ്. അയ്യോ, നമ്മളങ്ങ് സങ്കടപ്പെട്ടു പോകും, പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ. സ്തോത്രം. ഈ അടുത്ത സമയത്തൊക്കെ നമ്മുടെ അടുത്തൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന ചില വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടാൻ ഞെട്ടിപ്പോവും. സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരി ഈ മുഖത്ത് ഈ സൈനസിൻ്റെ ഏരിയയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി. ആ ഗ്രോത്ത് ഉണ്ടായി 2 സൈഡിലോട്ടും ആ ഗ്രോത്ത് വളർന്ന് അത് ശ്വാസമുട്ടലായി, പ്രശ്നമായി. ഒടുവിൽ ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്, ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു. ബയോപ്സി എടുത്തു. റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് RCCയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. RCC ചെന്നപ്പോൾ പറഞ്ഞു ക്യാൻസർ 4th സ്റ്റേജിലാണ്. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? 4th സ്റ്റേജിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു സഹോദരിയാണ്. ക്യാൻസർ 4th സ്റ്റേജിലാണ്. ഉത്തരം വേണ്ടേ പ്രിയരെ? അപ്പം അവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉത്തരം ഉണ്ടാകണേ. കാരണം രോഗികൾ വരും, സർജറി, കടം, ജപ്തി, പ്രശ്നങ്ങൾ, മക്കളുടെ വിഷയങ്ങൾ. പാസ്റ്ററെ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹമാണ് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം. ദാനിയേലിനെ പോലെ ഒരു മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ച്, നീ ഏറ്റവും പ്രിയനാകിയാൽ, അതവിടുത്തെ വേട്, നീ ഏറ്റവും പ്രിയനാകിയാൽ. കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് കാലഘട്ടങ്ങളുടെ ദൈർഘ്യമല്ല, ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന. സ്തോത്രം. ഞാൻ പറയുന്നത്
21 ദിവസത്തെ ഫാസ്റ്റിംഗ് അല്ലേ? സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ആഗ്രഹമുണ്ടോ? ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണം, ബന്ധം വർദ്ധിപ്പിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധം. ആമേൻ. ശബ്ദം ഉയർത്തി രാമേൻ പറ. ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. എനിക്കറിയത്തില്ല എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. ഗ്ലോറി ടു ഗോഡ്. വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. പക്ഷേ ഹല്ലേലൂയ, അവിടെ എത്തിയൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പാർസി ദേശത്തിൻ്റെ പ്രഭു ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞു. ആമേൻ. ശരിക്കും പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഉത്തരം വന്നു. പ്രാർത്ഥനയുടെ ഉത്തരത്തെ സ്പോട്ടിൽ തന്നെ പാർസി ദേശത്തിൻ്റെ പ്രഭു തടഞ്ഞു. അവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദാനിയേൽ അറിഞ്ഞുപോലുമില്ല ആത്മമണ്ഡലത്തിൽ എന്നാ സംഭവിച്ചതെന്ന്. ദൈവം തൻ്റെ ദൂതനായ മീഖായേലിനെ അയച്ചു. ആമേൻ. മീഖായേലിനെ അയച്ചു. സ്തോത്രം. പ്രധാന പ്രഭുവായ മീഖായേൽ, അങ്ങനെ വായിക്കുന്നത്. ദൈവം തൻ്റെ പ്രധാന പ്രഭുവായ മീഖായേലിനെ അയച്ചു. നിങ്ങളവിടെ അറിയേണ്ട കാര്യം, ദാനിയേൽ ഇത് അറിഞ്ഞേയില്ല. എൻ്റെ പ്രിയരെ, നമ്മുടെ ബന്ധം വർദ്ധിക്കുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പുറപ്പെടുകയും ചെയ്താൽ ഏത് ദേശാധിപതി ശക്തി തടയാൻ എഴുന്നേറ്റാലും അതിനെ പൊളിക്കാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അതിനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ബന്ധം വർദ്ധിപ്പിച്ചാൽ മതി. നമ്മൾ ഈ ബന്ധം വർദ്ധിപ്പിക്കാതെ ഇവിടെ കിടന്നങ്ങ് ശാസനയാണ്. അച്ഛാ, വായിലിരിക്കുന്ന വെപ്പ് വല്ല തെറിച്ചു പോകത്തേ ഉള്ളൂ, വേറെ ഒരു ഗുണം ഉണ്ടാകത്തില്ല. ആദ്യം വേണ്ടുന്നത് ബന്ധനമാണ്. ആദ്യം വേണ്ടുന്നത് ബന്ധമാണ്. ബന്ധം വർദ്ധിപ്പിക്കാതെ ഉത്തരം കിട്ടത്തില്ല. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇവിടെ ദൈവത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാകുക. സ്തോത്രം. എന്നിട്ട് ശിശുക്കളെ പോലെ, അപ്പനോടും അമ്മയോടും ആവശ്യം പറയുന്ന ഒരു കുട്ടിയെപ്പോലെ സ്വർഗീയ പിതാവിനോട് നേരിട്ട് ചോദിക്കുക. ഹല്ലേലൂയ. നമ്മൾ പറയാം, കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണേ. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, തുറന്ന വിജയത്തിൻ്റെ രഹസ്യം മറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതമാണ്. കൃത്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം ഇവിടെ വായിക്കുന്നു, തന്നോട് യാചിക്കുന്നവർക്ക്, അല്ലേ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്. ഒന്നാം ഭാഗം ഞാൻ അവിടെ നിർത്തുക. അടുത്ത 10 മിനിറ്റ് കൂടെ ഉണ്ട്. 10 മിനിറ്റിനകത്ത് അടുത്ത കാര്യം കൂടെ പറയാം. പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുന്നു? ആർക്കാ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്? യാചിക്കുന്നവർക്ക്. ഞാൻ പറയാം, അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ മത്തായി സുവിശേഷത്തിൽ നന്മ എന്ന് വിളിച്ചിട്ടുണ്ട്. മത്തായി 7:11 നോക്കിയേ. ഇതേ വാക്യം പറയുമ്പോൾ നന്മ എന്ന് പറയുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മത്തായി 7:11 നന്മ എന്ന് പറയുന്നത് ലൂക്കോസിലേക്ക് വന്നപ്പോൾ അത് പരിശുദ്ധാത്മാവെന്നായി. അപ്പം അവിടെ പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ കഴിയുന്ന വേറൊരു പേരാ നന്മ. നന്മ. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ള ഗ്യാരണ്ടി ആയത്. യാചിക്കുന്നവർക്ക്, എൻ്റെ പ്രിയരെ, ചോദിച്ച് മേടിച്ചോണം. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരാൾ ആ പ്രാപനത്തിൽ വളരാൻ, വർദ്ധിക്കാൻ അവിടെയും പ്രാർത്ഥനയാണ് ആവശ്യം. ഞങ്ങളൊക്കെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ അഭിഷേകത്തെ വർദ്ധിപ്പിക്കണേ, കർത്താവേ ദൈവശക്തിയെ വർദ്ധിപ്പിക്കണമേ, ഹല്ലേലൂയ, അതിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കണേ. ഇതൊക്കെ ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. ആമേൻ. സത്യത്തിൽ ഇപ്പം ഈ ഓൺലൈനിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മളത് ലൈവായിട്ട് വരുമ്പോഴത്തേന് ഈ പ്രസന്റേഷൻ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം ഇതിനിടയിൽ ആരാധന ഉണ്ടാവും, കയ്യടി ഉണ്ടാകും, ദൂതുണ്ടാകും, ആലോചനകൾ ഉണ്ടാകും. അത് ആ ഒരു വിധത്തിലാണ് പോകുന്നത്. ഓൺലൈനിൽ വരുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഒത്തിരിയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് അവിടെ ദൈവശക്തിയുടെ വർധനവ് വേണം. ദൈവശക്തിയുടെ വർധനവ് ഓരോ ദിവസങ്ങളിലും ഇതാണ് വേണ്ടത്, ദൈവശക്തിയുടെ വർധനവ്. അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ശക്തിയെ തരണമേ. നമ്മൾ വായിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പുതുക്കും, പുതുക്കുമെന്ന് പറയുന്നത് വർദ്ധിക്കുക എന്നുള്ളതാണ്. കഴുകനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. കഴുകനുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ കണക്ട് ചെയ്യണം. കഴുകൻ ഒരു കാലഘട്ടം പറന്നു കഴിയുമ്പോൾ കഴുകൻ്റെ ശക്തി ക്ഷയിക്കും. അപ്പം കഴുകൻ എന്താ ചെയ്യുന്നത്? ഉയർന്ന പാറയുടെ മുകളിൽ ഏതോ ഒരു ഉയർന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് തുവലുകളെല്ലാം പൊഴിച്ചിട്ട് ആ നീണ്ട് തുടങ്ങി വളഞ്ഞു തുടങ്ങിയ നഖമെല്ലാം പൊഴിച്ചിട്ട് കഴുകൻ ഈ പുതിയ തുവലുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. അത് തന്നെ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതുവരെ ഇല്ലാത്ത ഒരു പുതിയ പകർച്ച. ശരിക്കും അത് ശുശ്രൂഷക ഭാഷയിൽ പറഞ്ഞാൽ മൂർച്ചയുണ്ടാകുക. ആത്മീക ജീവിതത്തിന് ശുശ്രൂഷയ്ക്ക് മൂർച്ചയുണ്ടാകുക. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മൂർച്ചയുള്ള ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഷാർപ്പായ ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേണ്ടുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. ആമേൻ. പ്രാർത്ഥിക്കണം, വേറെ മാർഗമൊന്നുമില്ല. എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. എന്താ ചെയ്യണ്ടേ? പ്രാർത്ഥിക്കണം. മൂർച്ച വർദ്ധിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആമേൻ. ഒന്നുകൂടെ പറയാം, ശുശ്രൂഷയുടെ ആത്മീക ജീവിതത്തിന്റെ മൂർച്ച വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മളതുകൊണ്ടല്ലേ വായിക്കുന്നത്, ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടിയാക്കും. പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ളവരും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും പ്രാർത്ഥിക്കണം. പ്രാപിക്കാനുള്ളവർ പ്രാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാപിച്ചവർ അതിൻ്റെ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം, എല്ലാവരും കൂടെ പറയാമോ? എന്നാ? എത്ര അധികം. ഒന്നുകൂടെ പറഞ്ഞ്, ഒന്നുകൂടെ പറ, എത്ര അധികം. ആ എത്ര അധികം എന്ന് പറയുന്നതിൻ്റെ അളവ് അവിടെ പറഞ്ഞിട്ടില്ല. എത്ര അധികം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവനയ്ക്ക് അനുസാരമായിട്ടാണ്. എത്ര അധികം. സണ്ടിച്ചാനിൽ എന്തുമാത്രം ശക്തിയുണ്ട് അറിയില്ല, ഇനി എന്തുമാത്രം വരും അതും അറിയില്ല. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ഭാവനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എത്ര അധികം, കർത്താവ് അതിൻ്റെ ഒരു അളവ് നിശ്ചയിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന എന്തുമാത്രം വർദ്ധിക്കുന്നുവോ അത്രയും അധികം അവിടുന്ന് പകരും. ഓ, കേട്ടോ. പ്രാർത്ഥന എത്രയധികം വർദ്ധിക്കുന്നുവോ അത്രയായിരിക്കും, ഹല്ലേലൂയ, ആ പകർച്ച. ആമേൻ. നിങ്ങൾ ഒരു കാര്യം അറിയണം, നമ്മുടെ ദൈവം ഏറ്റവും വലിയ ദാതാവാണ്. നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ ഔദാര്യമാണ്. നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ സമ്മാനമാണ്. അപ്പൊ ഏറ്റവും വലിയ ദാതാവ് ഏറ്റവും വലിയ ഔദാര്യത്തെ ഏറ്റവും വലിയ സമ്മാനമായി തരികയാണ്. അത് പ്രാർത്ഥന വർദ്ധിക്കുന്നതനുസരിച്ച് പെരുകി വളർന്ന് ഉയർന്നു വരും. എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, നിങ്ങളിൽ അതിനെ വളർത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മറ്റു പലർക്കും അതിശയം തോന്നുന്ന വിധത്തിൽ ചിലതിനെ പകർന്നു തരാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. പക്ഷെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഈ ദിവസത്തിൽ അങ്ങനെയൊരു പകർച്ചയ്ക്കായി ദൈവത്തോട് ചോദിയിര്, കർത്താവ് എന്നിൽ പകർന്നതാ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ അങ്ങനെ നിറയ്ക്കാൻ പോവുകയാണ്. ഒരുമിച്ച് രാമേൻ പറഞ്ഞോ, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും മികച്ച ദാനമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മീക സ്വഭാവത്തെ നമ്മളിൽ വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ പെരുമാറ്റത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സേവനത്തിനായി നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. വർദ്ധിക്കാൻ കൊതിയുണ്ടോ? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞാനിത് പറയുമ്പം ബ്രദർ ബ്ലസൻ മേമനയുടെ ഒരു പാട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, അല്ലേ? ആ പാട്ടറിയത്തില്ലേ? എന്നിൽ വസിക്കും നല്ല ആത്മാവേ, അല്ലേ? എന്നോട് മിണ്ടും, എൻ കൂടെ ഇരിക്കും, നല്ല സഖിയെ, നല്ല തുണയെ, പരിശുദ്ധാത്മാവേ. വളരെ മനോഹരമായ ഒരു പാട്ട്. സ്തോത്രം. നമ്മൾ ആ മെസ്സേജിൻ്റെ അവസാനത്തെ സമയത്ത് ആ വരികൾ നമുക്കൊന്ന് പാടാം. എല്ലാവരും കൂടെ ഒന്ന് പാടിക്കും. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടു മിണ്ടും, എൻ കൂടെ ഇരിക്കും, എന്നോടു മിണ്ടും, എൻ കൂടെ ഇരിക്കും, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. എൻ്റെ പ്രിയരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഇത് വർദ്ധിക്കും. പാടിപ്പോകാൻ നമുക്ക് നേരമില്ലല്ലോ. അടുത്ത വരികൾ നിങ്ങൾ ശ്രദ്ധിച്ച്, വഴി ഇതാണെന്ന് പറയും, വഴുതിടാതെന്നെ താങ്ങും, മരുഭൂമിയിൽ നൽ നീരുറവായി, മുറിവുകളിൽ നൽ തൈലവുമായി. ആമേൻ. സഞ്ചരിക്കുന്ന ഓരോ ഇടങ്ങളിലും വഴി ഇതാണെന്ന് പറയാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. പക്ഷെ വർദ്ധിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. കേൾക്കുന്നുണ്ടോ? എന്നാ? പരിശുദ്ധാത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. എല്ലാവരും കൂടെ ചേർന്ന് പറയാം, പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ആമേൻ. വീണ്ടും പറയാം, പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ആ വർധനവിന് എന്താ ചെയ്യേണ്ടത്? തന്നോട് യാചിക്കണം. ഈ ഫാസ്റ്റിങ്ങിനകത്ത്, കർത്താവേ, എൻ്റെ കമ്പനി ഒന്നുകൂടെ ഒന്ന് വിശാലമാകണം, കുറച്ച് നല്ല ബിസിനസ് എനിക്ക് വേണം, കുറച്ച് എക്സ്പോർട്ടൊക്കെ ഉണ്ടാകണം. പ്രാർത്ഥിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രാർത്ഥന, കർത്താവേ, ഈ സമയത്ത് ഞാൻ അങ്ങയുടെ സന്നിധി ഇരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എന്നിലെ ആത്മാവിൻ്റെ അളവൊന്ന് വർദ്ധിക്കണം. ഇവിടെ ഈ വാക്യം നമ്മളോട് കൃത്യമായിട്ട് പറയുന്നു, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. നമ്മളിതുവരെ പ്രാപിച്ച നിറം എന്താ? 4 അന്യഭാഷയുടെ നിറവല്ലേ? അതിനെ ഒന്ന് മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ അളവിനെ ഒന്ന് മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മളെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഞാൻ വീണ്ടും പറയാം, എന്നാ? നമ്മളെ വർദ്ധിപ്പിക്കണം കർത്താവിന്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുക, നമ്മളെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ. അവർ കൊതിയോടൊന്ന് പ്രാർത്ഥിച്ച്
യേശുവേ, യേശുവേ, അവിടുത്തെ അളവ് എന്നിൽ വർദ്ധിപ്പിക്കണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിര്, ഉച്ചത്തിൽ പ്രാർത്ഥിര്. യേശുവേ, അളവ് എന്നിൽ വർദ്ധിപ്പിക്കണമേ കർത്താവേ. അഭിഷേകത്തിൽ പ്രാർത്ഥിര്. റാൽമാന ശകൽമനാഥന. കർത്താവേ, ഒരബദ്ധം നിറഞ്ഞ ഒരു ജീവിതമല്ല, മടുത്തു പോകുന്ന ഒരു ജീവിതമല്ല, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ വർദ്ധിക്കുന്ന ഒരു ജീവിതം. ഉച്ചത്തിൽ പ്രാർത്ഥിര്, ഉച്ചത്തിൽ പ്രാർത്ഥിര്. അളവില്ലാത്ത ഒരു പകർച്ച. എനിക്കതാ പറയാൻ ഇഷ്ടം, അളവില്ലാത്ത ഒരു പകർച്ച. ഓ പ്രിയ ദൈവം, ഇതിൽ നിനക്ക് ദൈവം അളവില്ലാത്ത ഒരു പകർച്ച തരാൻ ആഗ്രഹിക്കുന്നത്. എത്ര അധികം! റാൽമാന ശകൽമനാഥന. നിങ്ങളുടെ മേൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ, നിങ്ങളുടെ തലമുറയുടെ മുഴുവൻ അളവില്ലാത്ത ഒരു പകർച്ചയെ തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർത്താവിനോട് പറ, എനിക്ക് അളവില്ലാത്ത ഒരു പകർച്ച വേണം. എനിക്ക് അളവില്ലാത്ത പകർച്ച, എനിക്ക് അളവില്ലാത്ത പകർച്ച. റാഖാമാനശയ്ക്ക് എനിക്ക് അളവില്ലാത്ത പകർച്ച. കുടുംബങ്ങളുടെ മേൽ അതുണ്ടാകട്ടെ, അളവില്ലാത്ത പകർച്ച. തലമുറയുടെ മേൽ അതുണ്ടാകട്ടെ, അളവില്ലാത്ത പകർച്ച. റാബാന ഷഗമനഗ. അത് പ്രാർത്ഥിക്കുന്നവരുടെ മേല ഉണ്ടാകുന്നത്. യേശുവിന്റെ നാമത്തിൽ റിജോയ്സ് മിനിസ്ട്രിയിൽ ആമേൻ ആരാധിക്കുന്ന ഓരോ ദൈവമക്കളുടെയും മേൽ അളവില്ലാത്ത ഒരു പകർച്ച യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, അളവില്ലാത്ത ഒരു പകർച്ച വെളിപ്പെടട്ടെ. നന്ദി കർത്താവേ. അത് പകര് അളവില്ലാത്ത പകർച്ച. ഈ ജനം അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ കർത്താവേ. അളവില്ലാത്ത പകർച്ച ഈ ജനം അത് അനുഭവിക്കട്ടെ. അളവില്ലാത്ത പകർച്ച ഈ ഫാസ്റ്റിങ്ങിൽ അത് ചിലരുടെ മേൽ ഉണ്ടാകട്ടെ കർത്താവേ. ഞങ്ങൾ പറഞ്ഞതുപോലെ ആമേൻ, ആ നിരന്തരമായി പ്രാർത്ഥനാ ജീവിതം. വീട്ടിൽ നടക്കുമ്പോൾ അന്യഭാഷയിൽ നടക്കാൻ, ഡ്രൈവ് ചെയ്യുമ്പോൾ അന്യഭാഷയിൽ ഡ്രൈവ് ചെയ്യാൻ. റാഥാന സഥന ലംശമന ഹന്തൽ ജനാം സെഖതിമിനിയ റംശൽ പ്രബൗഡിയാം തൽ ജനാം സിയാർധനി ഓ റഥമ സിഖേദനിയ. ഉച്ചത്തിൽ പ്രാർത്ഥന, ഉച്ചത്തിൽ എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതം. എന്ത് ചെയ്താലും ആത്മാവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരത്തക്ക വിധത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം, എല്ലാ മടുപ്പുകളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ. ആമേൻ. എപ്പോൾ പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥനയുടെ ഉത്തരം സ്പോട്ടിൽ കൊടുക്കത്തക്ക വിധത്തിൽ അങ്ങനെ ഒരു ദൈവവൈതലായിട്ട് ഇവർ മാറട്ടെ. ഈ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ സഹോദരങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരങ്ങനെ ആവട്ടെ, ഈ സഭ അങ്ങനെ ആകട്ടെ, ഈ ജനം അങ്ങനെ ആവട്ടെ കർത്താവേ. നിങ്ങളുടെ മക്കളെ എല്ലാം അടുത്ത നാമം ചൊല്ലി ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ നന്മയായി ഓരോരുത്തരെ മാറ്റണമേ. റിജോയ്സ് മിനിസ്ട്രീസിലുള്ള എല്ലാ ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരങ്ങൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. വിശേഷിച്ച് ഈ ശുശ്രൂഷയിൽ വിളിച്ചതിലുള്ള ഹൃദയപൂർവമായിട്ടുള്ള നന്ദി എല്ലാവരെയും അറിയിക്കുന്നു. താങ്ക് യു. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. അതുവരെയും ദൈവം നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.